ഹലോ ഗൈസ്, നമസ്കാരം. ടെക്നിക്കൽ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പാഴ്സലുണ്ട്. ജിതേന്ദ്രകുമാർ, ഡോക്ടർ ജിതേന്ദ്രകുമാർ UP-ലോട്ടാണ് ഒരു പാഴ്സല്. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യുന്നത് കാണാം. ഓക്കെ, പാഴ്സൽ പാക്ക് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓരോ സ്ഥലത്തും പറക്കി എറിഞ്ഞെറിഞ്ഞ് പോകുന്നതാണ്. അപ്പം നമ്മളങ്ങനെ എയർ ടൈറ്റ് ആക്കി അതിനകത്ത് നമ്മൾ തെർമോക്കോളൊക്കെ വെച്ച് നല്ല രീതിയിൽ ടൈറ്റായിട്ട് പാഴ്സൽ ചെയ്താണ് അയക്കുന്നത്. അപ്പം അഡ്രസ് പതിപ്പിച്ച് വ്യക്തമായി ഫോൺ നമ്പർ എഴുതി അത് വ്യക്തമായി അത് നമ്മൾ സീൽ ചെയ്ത് അത് കറക്റ്റായിട്ട് പതിപ്പിച്ചിരിക്കണം. അപ്പോൾ പാക്കിംഗ് എല്ലാം പൂർത്തിയായി നമ്മളിനി പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഇത് അയക്കുന്നത്. അപ്പോൾ നമ്മളിത് പോസ്റ്റ് ഓഫീസിലോട്ട് കൊണ്ടുപോയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാഴ്സല് വളരെ നീറ്റായിട്ട് പാക്ക് ചെയ്ത് നല്ല സീലാക്കി നമ്മൾ പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി പോസ്റ്റ് ഓഫീസിൽ അവരതിന്റെ വെയിറ്റ് നോക്കും. വെയിറ്റ് നോക്കിയിട്ട് അതിന്റെ മെഷർമെന്റ് നോക്കിയിട്ട് അതിന് ഇത്ര രൂപയാണ് നമ്മൾ പാഴ്സലിന് അടയ്ക്കേണ്ടത് എന്ന് അവർ പറയും. നമ്മൾ ആ ക്യാഷ് അടയ്ക്കുന്നു. ഇത്ര ദിവസത്തിനകത്ത് അല്ലെങ്കിൽ 5 ദിവസം 6 ദിവസത്തിനകത്ത് നമുക്ക് ഇന്ത്യയിൽ എവിടെ ആയാലും ആ പാഴ്സൽ ആ പോസ്റ്റ് ഓഫീസിന്റെ പരിധിയിൽ എത്തിക്കുകയും അത് അവിടെ നിന്ന് പാർട്ടിയുടെ കയ്യിൽ എത്തുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊരു ട്രാക്കിംഗ് കോഡ് അതിൽ ഉണ്ടായിരിക്കും, അതിലൊരു നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ട്രാക്കിംഗ് കോഡ് വെച്ച് നമുക്കിത് എവിടെ എത്തിയെന്ന് കറക്റ്റായിട്ട് അറിയാൻ കഴിയും. പാർട്ടിയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ കയ്യിൽ കിട്ടിയെന്നുള്ള ഒരു മെസ്സേജും നമുക്ക് വരുന്നതാണ്. ഓക്കെ, ഇതാണ് അതിന്റെ സംവിധാനം. അപ്പോൾ നമ്മൾ UP-ലോട്ടുള്ള പാഴ്സല് പോസ്റ്റ് ഓഫീസ് വഴി വളരെ എളുപ്പം വളരെ ചെറിയ തുച്ഛമായ പൈസയ്ക്ക് അത് നമ്മൾ UP-ലോട്ട് അയച്ചു കഴിഞ്ഞു. 5 ദിവസത്തിനകത്ത് അത് അവിടെ കിട്ടും. അപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി പാഴ്സലുകൾ അയക്കുക എന്നുള്ളത് വളരെ ചെറിയൊരു പരിപാടിയേ ഉള്ളൂ കേട്ടോ. പല ആൾക്കാർക്കും ഓൺലൈനായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റി കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. ഓൺലൈനായിട്ട് ചെയ്യുന്നവർക്ക് പോസ്റ്റ് ഓഫീസ് വഴി വളരെ തുച്ഛമായ നിരക്കിൽ ഈ പാഴ്സലുകൾ അയക്കാൻ കഴിയും. അപ്പോൾ അതൊരു ചെറിയ പരിപാടിയേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ വീഡിയോകളുമായി വരുന്നതാണ്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.